ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതുവത്സരാശംസകൾ. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന നഗരം ഏതാണെന്നറിയാമോ? നമുക്ക് നോക്കാം ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത്. തുടർന്ന് ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കേന്ദ്രമായി പരമ്പരാഗതമായി ചെന്നൈ പ്രവർത്തിച്ചിരുന്നതിനാൽ ചെന്നൈയെ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് വിളിക്കുന്നു. തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പട്ടണം വ്യാപാരികൾ, സഞ്ചാരികൾ, കൊളോണിയൽ ശക്തികൾ എന്നിവർ കടൽ മാർഗമെത്തുന്ന ആദ്യത്തെ പ്രധാന നഗരമായി മാറി. നന്നായി വികസിപ്പിച്ച അടിസ്ഥാന സൗകര്യങ്ങളും ഭരണത്തിലും വാണിജ്യത്തിലും കേന്ദ്രപങ്കും അതിനെ ദക്ഷിണേന്ത്യയിലേക്കുള്ള സ്വാഭാവിക കവാടമാക്കി മാറ്റി. മുൻപ് മദ്രാസ് എന്നറിയപ്പെട്ടിരുന്ന ചെന്നൈ ഇന്ത്യയിലെ ആദ്യകാല ബ്രിട്ടീഷ് വാസസ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. ദക്ഷിണേന്ത്യയുടെ വലിയൊരു ഭാഗം ഉൾക്കൊള്ളുന്ന മദ്രാസ് പ്രസിഡൻസിയുടെ തലസ്ഥാനമായി ഇത് മാറി. ബ്രിട്ടീഷ് ഭരണകാലത്ത് ചെന്നൈ ഒരു പ്രധാന ഭരണ, സൈനിക, വിദ്യാഭ്യാസ, വാണിജ്യ കേന്ദ്രമായി വികസിച്ചു. ദക്ഷിണേന്ത്യയുടെ കവാടമായി ഇതിനെ അംഗീകരിക്കുന്നതിന് അടിത്തറ പാകിയത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യമാണ്. ഇനിയും ചില ജീവികളുടെ ഇംഗ്ലീഷ് പദങ്ങൾ നോക്കാം. ഉപ്പൻ, ഗ്രേറ്റർ കൂക്കൽ, COUCAL, കൂക്കൽ എന്നാണ്, കൗക്കൽ എന്നല്ല. മറ്റൊരു പേരാണ് ക്രോ ഫെസൻറ്റ്. ഒട്ടകം, ക്യാമൽ, പെൺ ഒട്ടകം, ഷീ ക്യാമൽ, ഒട്ടകക്കുട്ടി, COLT, കോൾട്ട്. ഒച്ച്, സ്നെയിൽ, മറ്റൊരു പേരാണ് ഡോട്ട്മൻ, DODMAN, ഡോട്ട്മാൻ എന്നല്ല, ഡോട്ട്മാൻ. ഒട്ടകപ്പക്ഷി 3 പേരുകൾ: ഓസ്ട്രിച്ച്, എസ്ട്രിച്ച്, എസ്ട്രിഡ്ജ്. ഓന്ത്, ഖമലിയൻ, ഖമലിയോൺ എന്നല്ല, ഖമലിയൻ. എരണ്ട, ടീൽ, ഒരുതരം പക്ഷിയാണ്. എരണ്ടയുടെ ഇനത്തിനനുസരിച്ച് ഡക്ക്, പോച്ചഡ്, വിസ്ലിംഗ് ഡക്ക് അല്ലെങ്കിൽ പിഗ്മി ഗൂസ്, പച്ച എരണ്ട തുടങ്ങിയ പേരുകളുമുണ്ട്. തമ്മിൽ കാണുന്നവരെ ഗുഡ് ബൈ.